അതിനെ സംബന്ധിച്ച് ഞങ്ങളല്ലല്ലോ ഉത്തരം പറയേണ്ടത്. അല്ല CPIM പാർട്ടിയോ പറയേണ്ട കാര്യമല്ല. അത് ഗവൺമെൻറ് തലത്തിൽ അവർ തന്നെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം നമുക്കതിൻ്റെ അകത്തുനിന്ന് ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ഭരണ സംവിധാനം ദൈനംദിന ഭരണത്തിൽ ഇടപെടുന്ന നിലപാട് CPIM ഒരിക്കലും എടുക്കാറില്ല. ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. നയപരമായ തീരുമാനം എടുക്കുക, തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് കാണുന്നത്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും CPIM ഒരുപോലെ അഴിമതിക്കാരാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, പറയട്ടെ അഴിമതി. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഇന്ന അഴിമതി അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മന്ത്രിമാർ പാർട്ടി ആരെ സംബന്ധിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയട്ടെ. ആ പരസ്യമായ വിഭാഗത്തിൽ ഞങ്ങളുണ്ട്. തോന്നിയാസം പോലെ എന്തെങ്കിലും വിളിച്ച് പറയല്ല വേണ്ടേ. വസ്തുത വേണം. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ പറയുമ്പോൾ വസ്തുതാപരമായിട്ടായിരിക്കണം. ആരോപണം ഉന്നയിക്കാനുള്ള വേദിയായിട്ടല്ല അത് ഉപയോഗിക്കേണ്ടത്. തികച്ചും തെറ്റായ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റ് എടുത്ത സമയം. വെറുതെ പ്രാസ ഒപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഞാനതിനെ ശക്തിയായ രീതിയിൽ തന്നെ ഞങ്ങളതിനെ എതിർക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അഴിമതി എന്താണെന്ന് പറയണം. CPIMനെ പറ്റി പറയുമ്പോൾ CPIMൻ്റെ അഴിമതി എന്താണെന്ന് പറയണം. അത് രണ്ടും പറയാതെ വെറുതെ ഇങ്ങനെ ഒരു വായുവിൽ പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്ന നില സ്വീകരിക്കാൻ പറ്റില്ല. തെറ്റായ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന രീതിയിൽ അദ്ദേഹം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വസ്തുതാപരമായ അടിസ്ഥാനം ഉണ്ടാവണം. ഒരടിസ്ഥാനം ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലപാട് അതിശക്തിയായുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മറുപടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പരാതി. അതിൽ ആ പദമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മാതിരി പ്രയോഗത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നും മറുപടിയൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ ആ രീതിയിൽ ഏതെങ്കിലും തോന്നിയാസം പറയുന്നതിനൊന്നും മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പറയുമ്പോൾ CPIMനെയും കോൺഗ്രസിനെയും ഒരുപോലെ രണ്ടും അഴിമതിക്കാരാണ് എന്ന് പറയുമ്പോൾ അഴിമതി എന്താണെന്ന് പറയട്ടെ. അല്ല, വേടൻ്റെ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ്. വേടൻ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. സ്വന്തമായിട്ട് എഴുതുക, സ്വന്തമായിട്ട് പാടുക, സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെയാണ് ദളിത് ജനവിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് ആ വേടൻ്റെ ആ പ്രത്യേകതയെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ വേടൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരുത്തുകയാണ്. അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള വേട്ടയാടാനും ഒരു സമൂഹം കേരളീയ സമൂഹം ഞാൻ പറഞ്ഞു തീരട്ടെ, അങ്ങനെയുള്ള ഒരു ശ്രമവും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതല്ലാതെ രീതിയിലുള്ള മറ്റൊരു വേട്ടയാടലും ഒരു തരത്തിലും കേരളീയ സമൂഹം അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അത് ഉൾപ്പെടെ അതെല്ലാം എത്രയോ കൊല്ലം മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതല്ലേ. ഇതിപ്പോൾ വേഗം തീരുമാനമാവും. ആ സന്നാഹമൊന്നും ഉണ്ടാവില്ല. ഇത് വളരെ വേഗം തീരുമാനമാവും. പോരെ, 10-13 കൊല്ലമായില്ലേ മറ്റേ പ്രശ്നം. അതായത് അത് നിങ്ങൾ ചോദിച്ച ചോദ്യം മനസ്സിലായി. ഞാൻ പറയുന്ന ഉത്തരം കേൾക്ക്. അതായത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ 10-13 കൊല്ലമായി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് മോഹൻലാലിൻ്റെ പ്രശ്നത്തിൽ. ഇത് അത്രയൊന്നും കൊല്ലാവില്ല. വളരെ വേഗം തീരുമാനമാവും. പോരെ, അതിനേക്കാളും ഒക്കെ വേടന് പരിരക്ഷയുണ്ട് കേരളത്തിൻ്റെ. അതിന് നിങ്ങൾക്കൊരു സംശയവും വേണം. നിങ്ങൾ അവരെ സംരക്ഷിക്കാമെന്ന് കണ്ടിപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സംരക്ഷിക്കാത്തവരുടെ അവർക്കെതിരായിട്ട് കളിച്ചാൽ നല്ല സംരക്ഷണമുണ്ട് വേടന്. പോരെ, ആര് വനം വകുപ്പോ? അത് വനം വകുപ്പോട് ചോദിക്കണം എന്താ അവരത് ഉദ്ദേശിക്കുന്നതെന്ന്. അത് എന്നോട് ചോദിച്ചാൽ ഞാൻ വനം വകുപ്പിൻ്റെ വെക്കതാവാൻ പറ്റാ. അത് തിരക്കില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. വേടൻ്റെ മേലെയുള്ള ഒരു തരത്തിലുള്ള വേട്ടയാടലും കേരളീയ സമൂഹം അംഗീകരിക്കുന്നതല്ല. കേരള ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കുന്നു. സുധാകരൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് സംഘർഷം ഉണ്ടാവും കോൺഗ്രസ്സിൽ. കോൺഗ്രസിൻ്റെ അകത്ത് ഗുരുതരമായ
പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പൊട്ടിത്തെറി ഉറപ്പ് ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പൊട്ടിത്തെറി ഉണ്ടാവും. കാരണം അദ്ദേഹത്തെ പിന്തുണക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവർ ആരെങ്കിലും ആയിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന്. അപ്പോൾ വരാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കേട്ട വാർത്ത അനുസരിച്ച് മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തെ ആരും കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, തിരിച്ചറിയില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയണം എന്ന ആ പരിഹാസം ഉണ്ടല്ലോ, ആ പരിഹാസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള പരിഹാസമായിട്ടാണ് അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുക.